ഹായ് 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 നാളത്തെ നമ്മുടെ മാത്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിൽ മാഷ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു തരിക അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മാത്സിൻ്റെ ചോദ്യപേപ്പറിലുള്ള ഓരോ പ്രവർത്തനം മാഷ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ മാഷ് പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാനും കഴിയും. ഏറ്റവും ആദ്യത്തെ മാത്സിൻ്റെ എക്സാമിന് വരുന്ന പ്രവർത്തനം ഇത് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ഉപയോഗിച്ചുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ഏത് നമ്പറുകൾ തന്നാലും അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം അത് ഉപയോഗിച്ചുള്ള ചോദ്യമായിരിക്കും വരിക. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ചോദ്യം എന്തായിരിക്കും വരിക, അതിന് ഉത്തരം എങ്ങനെയാണ് ചെയ്യുക, അത് നമുക്കൊരു സംശയം ഉണ്ട് അല്ലേ. ആ കാര്യം ഏതൊക്കെ രൂപത്തിലുള്ള ചോദ്യമാണ് വരിക, അതിന് ഉത്തരം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ മാഷ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലൈവ് ആരും മിസ്സാക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനം വരിക എന്ന് വെച്ചാൽ സമയം ടൈം ഉപയോഗിച്ചുള്ളൊരു ചോദ്യമാണ്. അതായത് ഒരാൾ ഇത്ര മണിക്ക് യാത്ര തുടങ്ങിയിട്ട് ഇത്ര മണിക്ക് സ്ഥലത്തെത്തി, അങ്ങനെയാണെങ്കിൽ എത്ര സമയം യാത്ര ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സമയം തന്നിട്ട് അത് AM ലും PM ലുള്ള സമയം ആക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കും. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഒരു ട്രെയിന് ഇത്ര മണിക്ക് യാത്ര തുടങ്ങി ഇത്ര മണിക്ക് അവസാനിച്ചു, അങ്ങനെയാണെങ്കിൽ എത്ര സമയം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തു, എത്ര സമയം യാത്ര ചെയ്യാൻ എടുത്തു, ഇങ്ങനെയുള്ള ചോദ്യം നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും അറിഞ്ഞിട്ട് ഇതും പഠിച്ചിട്ട് എല്ലാവരും എക്സാമിന് പോവാവൂ കേട്ടോ. മാഷ് അതെങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ പറഞ്ഞുതരും. അപ്പോൾ ലൈവ് കണ്ടാൽ അത് പഠിച്ചെടുക്കാൻ ചെയ്യാൻ നമുക്ക് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്ത പ്രവർത്തനം വരിക പാർട്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യമായിരിക്കും. അതായത് ഇതുപോലെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തരും. എന്നിട്ട് അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നമ്പറിൽ പറയണം. അത് 1/4 1/2 അങ്ങനെയൊക്കെ പറയുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കും. അപ്പോൾ അതും പഠിച്ചിട്ട് നമ്മൾ പോകാവൂ. ഏത് ചിത്രം തന്നാലും അതിന് 1/4 ആണോ 1/2 ആണോ അങ്ങനെ ഏതാണ് അത് എന്നുള്ളത് നോക്കി എഴുതാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അതും സിമ്പിളാണ്. അതെങ്ങനെ ചെയ്യാനുള്ള കാര്യം മാഷ് പെട്ടെന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് മെഷേഴ്സ് അളവുകൾ ഉപയോഗിച്ചുള്ള ചോദ്യം നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. നമ്മൾ ടണ്ണ്, ക്വിൻ്റല്, അതുപോലെ തന്നെ മീറ്റർ, മില്ലിമീറ്റർ, കിലോഗ്രാം, ഗ്രാം, ലിറ്റർ, മില്ലി ലിറ്റർ, ഇങ്ങനെ കുറച്ച് അളവുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് ഉപയോഗിച്ചുള്ള ചോദ്യം നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അളവുകളൊക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതും മാഷിന് വൈകുന്നേരം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഏത് ചോദ്യം വന്നാലും ചെയ്യാം, നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് പെരിമീറ്റർ ചുറ്റളവ് കാണാനുള്ള ചോദ്യം നാളത്തെ എക്സാമിന് വരും. ഒരു തോട്ടം നിന്നിട്ട് അതിന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ കമ്പി വേണം, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കും. അതായത് ചുറ്റളവ് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ചുറ്റളവ് ഉപയോഗിച്ചിട്ട് പല രൂപത്തിലും എക്സാമിന് ചോദ്യം വരും. അത് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകാവൂ. ഏറ്റവും അവസാനം വരുന്ന പ്രവർത്തനം ഇത് നമ്മൾ ഡേറ്റ കളക്ഷൻ വിവരശേഖരണം എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ സിമ്പിളായിട്ടുള്ളൊരു പാടുണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിക്കുക. അതായത് ഇതുപോലൊക്കെ ആയിരിക്കും. ഒരു ക്ലാസ്സിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുടെ എണ്ണം ഇതുപോലെ ചിത്രം വെച്ചിട്ട് നമ്മൾ പറയണം. ഒരു കുട്ടീൻ്റെ ചിത്രം എന്ന് വെച്ചാൽ 10 കുട്ടികളുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു ടേബിൾ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരം എഴുതാൻ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ മാഷ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാനും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ലൈവ് കണ്ടാൽ ഈ ഓരോ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം എഴുതാനുള്ള കാര്യം നമ്മൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകുക കേട്ടോ. പിന്നെ 4ാം ക്ലാസ്സിൽ എക്സാം ചെയ്ത് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും. ഓർക്കും ഇതുപോലെ എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് വരുമെന്ന് അറിയില്ലുണ്ടായിരിക്കില്ല. അപ്പോൾ ഓർക്കും ഇപ്പോൾ അതിന് വീഡിയോ അയച്ചു കൊടുക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ ഇടാനും മറക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ ആവശ്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വൈകുന്നേരമുള്ള ലൈവിൽ കാണാം. ബൈ ബൈ.